ഹായ് നമസ്കാരം. എല്ലാവർക്കും സ്വാഗതമാണ് അല്ലെ? അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മൾ ആഗ്രഹിച്ച നമ്മളുടെ ഇഷ്ട സബ്ജക്റ്റ് ആയ എന്താണ് ഭരണഘടന അങ്ങോട്ട് കേറി ചാടി വന്നു കഴിഞ്ഞു. ദെൻ ഫസ്റ്റ് ചോദ്യം, ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ പെടാത്തതേത്? ഏതാണ് മക്കളെ? ഏതാണ് ഏതാണ് പറഞ്ഞേ? ഏതാണ് പെടാത്തത്? കമന്റ് ചെയ്തേ. ഏതാണ് പെടാത്തത്? കമന്റ് ചെയ്തേ. ഏതാണ് മക്കളെ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഏതാണ്? ബ്രിട്ടൻ ആണ്. ഏതാണ്? ബ്രിട്ടൻ. ലിഖിതമായത് ഏതൊക്കെയാണ്? ഇന്ത്യയുണ്ട്, അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, ദക്ഷിണാഫ്രിക്കയുണ്ട്. അല്ലേ? അല്ലേ? അലിഖിതമാണെങ്കിലോ ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? താഴെ പറയുന്നത് ശരിയായത് വിലയിരുത്തുക. താഴെ പറയുന്നത് ശരിയായത് വിലയിരുത്തിയ മക്കളെ എന്താണ്? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം.എൻ. റോയ് എന്ന് പറയുന്നു. ക്ലിയർ ആണ് അല്ലെ? ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് INC സമ്മേളനം. 1935 എന്ത് സമ്മേളനമാണ്? ഫൈസാപൂർ സമ്മേളനം എന്ന് പറയുന്നു. ആണോ? അല്ല അല്ലെ. എന്താണ്? ബോംബെ സമ്മേളനമാണ്. ക്ലിയർ ആയോ? ഓക്കെ. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് ബോംബെ സമ്മേളനം എന്ന് പറയുന്നു. ആണോ? ആണോ? എടാ മക്കളെ ചോദ്യം നോക്കിയേ. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനം പറയുന്നു. ആണോ? ആണോ? അല്ല, ഫൈസാപൂർ സമ്മേളനം. നെഹ്റു ആയിരുന്നു അല്ലെ. ഏതാണ്? ഫൈസാപൂർ സമ്മേളനം 1937-38 ആയിരുന്നു അല്ലെ. ഓക്കെ ആണോ? ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച പാർട്ടിയാണ് ഏത്? സ്വരാജ് പാർട്ടി. ക്ലിയർ ആണോ? അപ്പൊ 1ഉം 4ഉം മാത്രമാണ് ശരി. ക്ലിയർ ആണോ? അടുത്ത, താഴെ പറയുന്ന പ്രസ്താവന വിലയിരുത്തുക. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ചിലതില് PSC 18 എന്നുണ്ടാവും, അതും ശരിയാണ് കേട്ടോ. ദേശീയ നിയമദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ 26 എന്ന് പറയുന്നു. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ക്ലിയർ ആണോ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദവും 12 പട്ടികയും 22 ഭാഗങ്ങളും എന്ന് പറയുന്നു. ശരിയാണോ? 4 തെറ്റ് എന്ന് പറയുന്നു. എന്താണ് തെറ്റിയത്? എല്ലാം ശരിയെന്നോ? 4 തെറ്റല്ലേ? എന്താണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്താണ്? 391 അനുച്ഛേദവും എന്താണ്? 8 പട്ടികയാണ്. അവിടെ നിങ്ങളുടെ മാർക്ക് പോയില്ലേ? 8 പട്ടികയാണ് അല്ലെ? 8 പട്ടികയല്ലേ? തെറ്റിച്ചില്ലേ? 8 പട്ടികയും 22 ഭാഗവുമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ എത്രയുണ്ട്? 470 അല്ലെ? 470ഉം 12 പട്ടികയും 25 ഭാഗവുമാണെന്ന് ക്ലിയർ ആക്കി വെക്കുക. ക്ലിയർ ആണോ? ചേരുംപടി ചേർക്കുക. എവിടെന്നാ കടം എടുത്ത് നോക്കിയേ? എവിടെന്നാണ്? പെട്ടെന്ന് നോക്കിയേ മക്കളെ.
ഓപ്ഷൻ ഇല്ല അല്ലെ, സോറി ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ വെക്കാൻ മറന്നതാണ്. നോക്കാം നമുക്ക്. എന്നാൽ നിങ്ങൾ കമന്റ് ചെയ്തേ, ഒന്നാമത്തെ ഏതാണ്? എ എന്താണ് വരിക ഒന്നാമത്തത്? ഭരണഘടനാ ഭേദഗതി എവിടുന്നാ മക്കളെ? ഭരണഘടനാ ഭേദഗതി ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഒന്ന് ബി ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ എന്താണ്? കൺകറന്റ് ലിസ്റ്റ് ഏതാണ്? കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ ആണ്. രണ്ട് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മൗലിക കടമ നമുക്കറിയാം. മൗലിക കടമ എവിടെയാണ്? റഷ്യയാണ്. മൂന്നാമത്തെ എ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? റിപ്പബ്ലിക് എവിടെയാ മക്കളെ? റിപ്പബ്ലിക് ഫ്രാൻസ് ആണ്. ആണോ? റിപ്പബ്ലിക് ഫ്രാൻസ് ആണ്. അപ്പൊ 3, 4 സി ആണ്. 5 ഏതാണ്? 5 മാർഗനിർദ്ദേശക തത്വം അയർലാൻഡ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നത് വിലയിരുത്തുക. താഴെ പറയുന്നത് വിലയിരുത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി മാസം 24-ാം തീയതിയാണെന്ന് പറയുന്നു. അത് വളരെ ശരിയാണ് അല്ലെ? എന്താണ്? അല്ല, എന്താണ്? 26 അല്ലെ? 26. ക്ലിയർ ആണോ? ഒരു തവണ മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. അത് ശരിയാണ്. ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഉന്നയിച്ച വ്യക്തിയാണ് എന്ത്? BN റാവു. ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോ രണ്ടാമത്തെ ശരി, മൂന്നാമത്തെ ശരി ആണോ? നാലാമത്തെ ആണെങ്കിലോ? എടാ മക്കളെ, എന്താണ്? തെറ്റിച്ചില്ലേ? പരമാധികാര സോഷ്യലിസ്റ്റ് അല്ലേ? എനിക്കറിയാം, മനഃപൂർവ്വം ഇട്ടതാണ്. എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാം കൊണ്ട് അവിടെ ശരിയിട്ട് കഴിഞ്ഞു. എന്താണ്? പഠിച്ചു പോവുക. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി തെറ്റിക്കോ? താഴെ പറയുന്നത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടത് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് വളരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഭാഗം 3 ആണെന്ന് പറയുന്നു. അതും ശരിയാണ്. എന്റെ ശരിയായിട്ട് വെച്ചു. ക്ലിയർ, സൂപ്പർ. ആർട്ടിക്കിൾ 14 മുതൽ 35 വരെ എന്ന് പറയുന്നു. ആണോ? വിവരം കേട്ട ഞാൻ അതാണ് എഴുതിയ. അല്ല, എന്താണ്? 12 ആണ്. ആണോ? കടമെടുത്തത് അമേരിക്കയാണെന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് എന്ത് പറയുന്നു? നമ്മുടെ നെഹ്റു ആണ് എന്ന് പറയുന്നു. ആണോ? അല്ല, ആരാണ്? പട്ടേലാണ്. ആരാണ്? പട്ടേലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്രമേയം എഴുതിയതാണ് നെഹ്റു ട്ടോ. പ്രമേയം എഴുതിയതാണ് നെഹ്റു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പൊ 1, 2, 4 മാത്രമാണ് ക്ലിയർ. ഓക്കെ ആണോ? ഓക്കെ. ഓപ്ഷൻ വെക്കാൻ ഒന്നാമതൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. 2 ഇച്ചിരി തേറില്ലായിരുന്നു മക്കളെ. ഭയങ്കര ബിസി ആയി പോയി. മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? ന്യായീകരിക്കുന്നവ, സമ്പൂർണമായവ, നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ ഭേദഗതി വരുത്താവുന്നതാണ്. ഏതാണ്? ഇതിലേതാണ് തെറ്റ്? എല്ലാം ശരി, 2 മാത്രം തെറ്റ്. 2, 4 തെറ്റ്, 1 തെറ്റ്. ഏതാണ് മക്കളെ? 2 മാത്രമാണ് തെറ്റ് ട്ടോ. ഏതാണ്? സമ്പൂർണമായവ. ആണോ?
താഴെ പറയുന്നത് ശരിയായത് വിലയിരുത്തുക. ഇന്ത്യയുടെ പരമോന്നത കോടതി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മളുടെ സുപ്രീം കോടതിയാണെന്ന് പറയുന്നു. എന്താണ്? ശരിയാണ്. സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്ന തിലക് മാർക്കിലാണ്. എവിടെയാണ് തിലക് മാർക്ക്? ന്യൂഡൽഹിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിലാണ്. എന്ത് വിഡിത്തമാണ് അല്ലെ? എന്താണ്? പ്രസിഡന്റ് ആണ്. ക്ലിയർ ആണോ? സുപ്രീം കോടതി ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ അവിടെ തെറി പറയും. എന്താണ്? ഇംഗ്ലീഷ് ആണ് കേട്ടാ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ 1ഉം 2ഉം മാത്രം ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ ആണോ? 1ഉം 2ഉം ശരി. അടുത്ത ചോദ്യം എന്താണ്? ചേരുംപടി അങ്ങോട്ട് ചേർത്തേ. സുപ്രീം കോർട്ട് റെക്കോർഡ് എന്തൊക്കെയോ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? എന്താണ്? ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സുപ്രീം കോടതി റിട്ട് 1C ആണ് അല്ലെ? രണ്ടാമത്തെ എന്താണ്? സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് 2A ആണ്. ഹൈക്കോടതി റിട്ട് എന്താണ്? 3D ആണ്. ഹൈക്കോടതി രൂപീകരണം 4 ആണ്. ഏതാ അതിൽ വരിക? ഓപ്ഷൻ എ അല്ലേ വരിക മക്കളെ? ഓപ്ഷൻ എ അല്ലേ വരിക? ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഏതാണ് മക്കളെ? നമുക്ക് എല്ലാം അറിയാം. അടിച്ചു പൊളിച്ച് പറയും അല്ലെ? സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പൊ എന്ത് അവകാശമാണ്? ആദ്യം 7 ആയിരുന്നു, ഇപ്പൊ 6 ആണ്. നമുക്കറിയാം. ഏതാണ്? ഒരു നിയമവകാശമാണെന്നും കൂടി മനസ്സിലായി. സമത്വം ഏതൊക്കെയാണ്? 14 മുതൽ 18 വരെയാണ്. സ്വതന്ത്രത്തിലുള്ള അവകാശം എത്രയാണ്? എത്രയാണ് മക്കളെ? 12 മുതൽ 22 ആണ്. അങ്ങനെയാണെങ്കിൽ ചൂഷണമോ? ചൂഷണം വളരെ ഇമ്പോർട്ടന്റ്. എത്ര ചൂഷണം വരിക? 23, 24. ക്ലിയർ ആണോ? ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങളിൽ? ഏതൊക്കെയാണ്? സമത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ചൂഷണമുണ്ട്, പിന്നെന്താണുള്ളത്? സാംസ്കാരികവും വിദ്യാഭ്യാസം പരവും അല്ലെ? അതെത്രയാണ്? സംസ്കാരം 29ഉം 30ഉം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പിന്നെ ഏതാണ്? മതസ്വാതന്ത്ര്യം 25 മുതൽ 28. പിന്നെന്താണ്? ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത് എത്രയാണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ളത്? അത് 32 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. അടുത്ത 11ാമത്തെ ചോദ്യം. അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോഴേക്കും അവിടെ ഉത്തരം എഴുതി കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് ആ ചോദ്യം വളരെ നന്നായിട്ട് അറിയണ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് അറിയാം. എന്താണ് ആൻസർ? എന്താണ്? 17 ആണ് അല്ലെ? അല്ലെ? 16 ആണെങ്കിലോ 19 ആണെങ്കിലോ 6 മൗലിക സ്വതന്ത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ക്ലിയർ ആണോ? 24 എന്താണ്? ബാലവേല അല്ലെ? നിങ്ങൾ അന്ന് പറഞ്ഞു ആരെയാണ്? അമലിനെയും ഹരിനെയും കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നത്. 21 എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 12ാമത്തെ ചോദ്യം. താഴെ പറയുന്നത് ശരിയായവ വിലയിരുത്തുക. താഴെ പറയുന്നത് ശരിയായവ വിലയിരുത്തുക. പെട്ടെന്ന് അങ്ങനെ വിലയിരുത്തിയേ. അടിയന്തര സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാത്ത ആർട്ടിക്കിളാണ് 21ഉം 20ഉം എന്ന് പറയുന്നു. ശരിയാണ്. ഭരണഘടനയുടെ സുവർണ ത്രികോണം അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 14ഉം 19ഉം 21ഉം അല്ലേ? ആണോ? കരുതൽ തടം കാണുക 22 എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം അവകാശമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. ക്ലിയർ ആണോ? അപ്പൊ എല്ലാം അങ്ങോട്ട് ശരിയാണ്. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് മക്കളെ? ആരാണ് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ? ആരാണ്? AKG ആണ്. ബില്ല് ആര് പാസാക്കി? അത് നമ്മുടെ പട്ടേലാണ് കേട്ടാ. ക്ലിയർ ആണോ? താഴെ പറയുന്നത് ശരിയായവ വിലയിരുത്തുക. താഴെ പറയുന്നത് ശരിയായവ നിലനിർത്തുക. എന്താണ്? വിലയിരുത്തുക. എന്താണ് ശരിയായവ? ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അത് നിങ്ങൾ ആൻസർ പറഞ്ഞു നോക്കട്ടെ. എല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ശരിയാവും? എന്താണ്? ഇവിടെ അഗ്മാർക്കാണ്, തെറ്റിയില്ലേ? റഗ്മാർക്കാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ആണോ? ദെൻ അഗ്മാർക്ക് നിലവിൽ അറിയപ്പെടുന്ന ഗുഡ് വീവ് ആണോ? അല്ല, റെഗ്മാർക്കാണ് ഗുഡ് വീവ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദെൻ ബാലവേല, ലോക ബാലവേല ദിനം ജൂൺ 12 എന്ന് ആണോ? ആണോ? അപ്പൊ 1ഉം 2ഉം തെറ്റ്, 3ഉം 4ഉം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. ഹേബിയസ് കോർപ്പസ് പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ്? 14ാമത്തെ സി ആണെന്ന് പറയുന്നു. ആണോ? ആണോ? ആണ് എന്നാണ് എനിക്കും തോന്നുന്നു. നോക്കാം, ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം അങ്ങോട്ട് ഹാജരാക്കുക അല്ലെ. ദെൻ മാൻഡമസ് എന്താണ്? മാൻഡമസ് നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ എന്താണ്? പ്രൊഹിബിഷൻ തടയുക ആണോ? ഫോർബിഡ് അല്ലെ. ദെൻ സെർഷ്യറി സാക്ഷ്യപ്പെടുത്തുക. ദെൻ കോ വാറന്റോ എന്ന് പറയുന്നത് എന്തധികാരം? ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വം എന്താണ്? മാർഗനിർദ്ദേശക തത്വം. താഴെ പറയുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക. മാർഗനിർദ്ദേശ തത്വം എന്ന ആശയം എവിടെ നിന്നാ കടമെടുത്ത്? അയർലൻഡ് ആണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് എന്ത്? 4 എന്ന് പറയുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എന്താണ്? അപ്രൂവ് കമ്മിറ്റി. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് 36 മുതൽ 50 വരെ എന്ന് പറയുന്നു. അത് തെറ്റല്ലേ? അല്ലെ, 36 മുതൽ 51 ആണ് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്രാദേശിക ഗവൺമെന്റുകൾ ഭരണഘടനയുടെ ഏതു ഭാഗത്ത് ഉൾപ്പെടുന്നു? ഏതിലാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ചേരുംപടി അങ്ങോട്ട് ചേർത്തേ. ഒരൊറ്റ മിനിറ്റ്, എല്ലാം ഇതാക്കില്ലേ. കാവ്യ ഒരു ചെറിയ പണി തന്നു എനിക്ക്, വീണ്ടും ഒന്ന് ക്ലിയർ ചെയ്യാം. ഒന്നും വിചാരിക്കണ്ട. ഇവിടെ 53 ഇടുക. ക്ലിയർ ആണോ? 54, 56, 61. പകച്ചുപോയോ? ഇപ്പൊ ക്ലിയർ ആയോ? 52, 53, 54, 56, 61. ക്ലിയർ ആണോ? കാവ്യ എവിടെ? വീട്ടിൽ പോയിട്ടോ. 52, 53, 54, 56, 61. ഏതാ വരിക മക്കളെ? ഏതാ വരിക? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതാ വരിക? ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ ആർട്ടിക്കിൾ 52 ഏതുമായിട്ടാണ്? രാഷ്ട്രപതി അല്ലെ. ദെൻ 53 ആണെങ്കിലോ? രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരം ആണോ? ദെൻ 53 ആണെങ്കിലോ? 53 അല്ല 54 എലക്ഷൻ. ക്ലിയർ ആണോ? ദെൻ 56 ആണെങ്കിൽ കാലാവധി. 61 ആണ് എന്ത്? ഇംപീച്ച്മെന്റ്. ഓപ്ഷൻ ബി ആണ് വരിക. ക്ലിയർ ആണോ? താഴെ പറയുന്നതിൽ ശരിയായവ വിലയിരുത്തുക. താഴെ പറയുന്ന ശരിയായവ വിലയിരുത്തുക. ഈ രാഷ്ട്രപതിയുടെ പരോക്ഷ രീതി തെരഞ്ഞെടുപ്പാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇന്ത്യക്ക് എക്സിക്യൂട്ടീവ്, എല്ലാ എക്സിക്യൂട്ടീവ് അധികാരം പ്രസിഡന്റിലാണ് നിക്ഷിപ്തമായത് മനസ്സിലാക്കുക. അതുപോലെ ഇലക്ഷൻ എന്താണ്? 54 ഇലക്ഷൻ ആണ് അല്ലെ. അത് ഏതാണ്? കടം കൊണ്ടത് എവിടെയാണ്? അയർലാൻഡ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, താഴെ പെട്ടെന്ന് ശരിയാക്കി. ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നു. ഉപരാഷ്ട്രപതി ആകാനുള്ള രാഷ്ട്രപതിയായ
ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് എന്ന് പറയുന്നു. ദെൻ സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് 1939 INC പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ദെൻ സത്യാഗ്രഹ ചമ്പാരൻ, ഇന്ത്യ ഡിവൈഡഡ്, മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ തുടങ്ങിയ പ്രധാന പുസ്തകങ്ങളാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഉപരാഷ്ട്രപതിയായ ആകാതെ എന്ന് കൊടുത്തത് ഉപരാഷ്ട്രപതി അല്ല അല്ലെ, ഉപരാഷ്ട്രപതി അല്ല അല്ലെ. പിന്നെ ഏതാണ്? നാലാമത്തെ ശരിയാണ്. ക്ലിയർ ആണോ? അപ്പൊ 1, 3, 4 മാത്രമാണ് ശരി. ഇതിൽ ഓപ്ഷൻ ഇല്ല. 1, 3, 4 മാത്രമാണ് ശരി. ക്ലിയർ ആണോ? രണ്ടാമത്തെ തെറ്റാണ്. ഉപരാഷ്ട്രപതി ആകാതെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് കേട്ടോ. ഉപരാഷ്ട്രപതി ആകാതെ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 1, 3, 4 മാത്രമാണ് ശരി. ക്ലിയർ ആണോ? 1, 3, 4 മാത്രമാണ് ശരി. ക്ലിയർ ആണോ? താഴെ പറയുന്നത് യോജിക്കാത്തത് വിലയിരുത്തുക. രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതിയാണ് VV ഗിരി എന്ന് പറയുന്നു. അത് ശരിയാണോ? ശരിയാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളിയാണ് KR നാരായണൻ എന്ന് പറയുന്നു. രാഷ്ട്രപതി ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് BD ജെട്ടി എന്ന് പറയുന്നു. ആണോ? അല്ല അല്ലെ. ആരാണ്? M ഹിദായത്തുള്ളയാണ് ട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? BD ജെട്ടി എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് അല്ലെ. ഉപരാഷ്ട്രപതി പദവിയിലേക്ക് അന്തരിച്ച ഏക വ്യക്തിയാണ് എന്ത്? ആരാണ്? കിഷൻ കാന്ത് എന്ന് പറയുന്നു. ആണാണോ? ഇവിടെ താഴെ യോജിക്കാത്തത് എന്നാണ് പറഞ്ഞത്. 3 മാത്രമാണ് തെറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഈ ഹിദായത്തുള്ളയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അല്ലെ, സുപ്രീം എല്ലാ പദവികൾ വഹിച്ച ഏക വ്യക്തിയും കൂടി എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. താഴെയുള്ള സൂചനകൾ വിലയിരുത്തുക. താഴെയുള്ള സൂചനകൾ വിലയിരുത്തുക. ഓപ്ഷൻ എ പ്രധാനമന്ത്രിയാണ് അല്ലെ. ഓപ്ഷൻ എ പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ എ പ്രധാനമന്ത്രിയാണ്. ക്ലിയർ ആണോ? അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ചേരുംപടി ചേർക്കുക. പെട്ടെന്ന് നോക്കിയേ. ഏതാ മക്കളെ വരിക? ഏതാ വരിക? നമുക്ക് നോക്കാം. ഏതാണ് ഒന്നാമത്തെ? എന്തായിരുന്നു ചോദ്യം? മഹാത്മാഗാന്ധി എവിടെയാണ്? മഹാത്മാഗാന്ധി രാജ്ഘട്ടിലാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ജവഹർലാൽ നെഹ്റു ആണെങ്കിലോ ശാന്തി വനമാണ്. ഇന്ദിരാഗാന്ധി ആണെങ്കിലോ ശക്തി സ്ഥലാണ്. ആണോ? BR അംബേദ്കർ ആണെങ്കിലോ ചൈത്ര ഭൂമിയാണ്. KR നാരായണൻ ആണെങ്കിൽ ഉദയഭൂമിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, താഴെ പറയുന്നവയിൽ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടത് വിലയിരുത്തുക. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് 2023 മെയ് മാസം 26 എന്നാണ് പറയുന്നത്. അത് വളരെ വളരെ ശരിയല്ല. എന്താണ്? 28-ാം തീയതിയാണ്.
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആണോ? ദെൻ പുതിയതിന്റെ ആകൃതി ത്രികോണാകൃതിയിലുള്ള 4 നിലയാണെന്ന് പറയുന്നു, അതും ശരിയാണ്. പുതിയതിന്റെ നിർമ്മാണ പദ്ധതി സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ആണ് എന്ന് പറയുന്നു, ശരിയാണ്. പാർലമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ്? 79 എന്ന് പറയുന്നു, ശരിയാണ്. ഒന്ന് മാത്രമാണ് തെറ്റ്, ബാക്കി 3ഉം ശരിയാണ്. ക്ലിയർ ആണോ? ശരി. അടുത്ത ചോദ്യം, ദേശീയ ഗീതം നിലവിൽ വന്നത് എപ്പോഴാ മക്കളെ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലെ. എന്താണ് 1947 ജൂലൈ 22? എന്താണ് പതാക അംഗീകരിച്ചത് അല്ലെ? 1947 അല്ലെ. 2002 ജനുവരി 26 എന്താണ്? ഫ്ലാഗ് കോഡാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഫ്ലാഗ് കോഡാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. 1950 ജനുവരി 21 എന്താണ്? ദേശീയ മുദ്രയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ചുമ്മാ ടെൻഷൻ അടിക്കണം, ആ ടോപ്പിക്ക് വിട്ടേ മക്കളെ. അവൾ നേടും, അവൾ ഉറപ്പാണ് LDC നേടും കേട്ടോ. ദെൻ താഴെ പറയുന്നത് ശരിയായവ വിലയിരുത്തുക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ശരിയായവ വിലയിരുത്തുക. പെട്ടെന്ന് ആൻസർ ചെയ്തേ. ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഏത് സമ്മേളനമാണ്? കൽക്കത്ത സമ്മേളനമാണ് എന്ന് പറയുന്നു. ആരാണോ? വാച്യ ദിൽഷായി വാച്യയാണോ ദറാണോ എന്ന് കമന്റ് ചെയ്തേ. ദേശീയ ഗാനം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്ന് പറയുന്നു, തെറ്റാണ് അല്ലെ? തെറ്റാണോ? ആണ്. ആരാണ്? ടാഗോർ ആണ് അല്ലെ? ടാഗോർ ആണ്. ദേശീയ ഗീതമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? 1911 ദറാണ് കേട്ടോ. ക്ലിയർ ആണോ? ജനഗണമന ചിട്ടപ്പെടുത്തിയത് ശങ്കരാഭരണമാണെന്ന് കൂടി പറയുന്നു. ഏത് ശങ്കരാഭരണമാണ്? ജനഗണമന പാടാൻ കൃത്യമായിട്ട് സമയം എത്രയാണ്? 20 സമയം എന്ന് പറയുന്നു. ആണോ? അല്ല. എത്രയാണ്? 52 പുതിയ വേർഷൻ ആണ് 20. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം മാത്രമാണ് ശരി. ക്ലിയർ ആണോ? 1ഉം 3ഉം മാത്രമാണോ ശരി? ക്ലിയർ ആണോ? 2ഉം 4ഉം തെറ്റ്. ഇവിടെ എന്താ ശരിയായത് ചോദിച്ചത്? അപ്പൊ 1ഉം 3ഉം മാത്രമാണ് ശരി. ക്ലിയർ ആണോ? താഴെ പറയുന്നവ ശരിയായ വിലയിരുത്തുക. പെട്ടെന്ന് പോയേ, ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. താഴെ ശരിയായത് വിലയിരുത്തിയേ. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് 1956 നവംബർ മാസം 1-ാം തീയതിയാണെന്ന് പറയുന്നു, ശരിയാണ്. കേരള ഹൈക്കോടതി ആദ്യ ചീഫ് സെക്രട്ടറി ജഡ്ജിയാണ് ആര്? കോശിയാണെന്ന് പറയുന്നു, ശരിയാണ്. കേരള ഹൈക്കോടതി ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുജാത വി മനോഹർ എന്ന് പറയുന്നു. മോഹൻല മനോഹർ ആണ് കേട്ടോ. ക്ലിയർ ആണോ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ എന്ന് പറയുന്നു. പുതിയ വേർഷൻ പാടുന്നതാണ് 20 സെക്കൻഡ് കേട്ടോ. സ്പീഡായി പാടില്ലേ? അതാണ്. മനോഹർ അല്ല, മോഹനല്ല, മനോഹറാണ് കേട്ടോ. ബി ആണ് പറയുന്നു. ഓമന കുഞ്ഞമ്മയാണോ മക്കള്? ആണ് അല്ലെ? എന്താണ്? എല്ലാം ശരിയാണ്. ഇതാണോ? ട്രാൻസ്ജെൻഡർ വിഭാഗം 3-ാം ലിംഗമാണെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് ഏതാണ് മക്കളെ? ഏതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗം 3-ാം ലിംഗമാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച കേസ് അറിയില്ല എന്നാണോ? എ ആണ്. വിശാഖ ആണോ?
ഓപ്ഷൻ ബി ആണ് നാഷണൽ ലീഗൽ സർവീസ് അല്ലെ. ഓപ്ഷൻ ബി ആണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി യൂണിയൻ ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ് മനസ്സിലാക്കി വെക്കുക. തിരഞ്ഞെടുപ്പ് കടപത്ര ഇലക്ട്രോൾ ബോണ്ട് പദ്ധതി റദ്ദാക്കിയ സുപ്രീം കോടതിയിലെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനാര്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതൽ ചോദ്യമാണ് കേട്ടോ. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയ സുപ്രീം കോടതി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പുതിയ അപ്ഡേഷൻ ആണ് കേട്ടോ. ഏതാണ് ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ എ DY ചന്ദ്രചൂഡ്. ഏതാണ്? YD ചന്ദ്രചൂഡ്. ആണോ? താഴെ പറയുന്നത് ശരിയായ വിലയിരുത്തുക. ഈ ഒരു ചോദ്യം ഇപ്പൊ ഇവിടെ പഠിച്ചിട്ട് പോകണം. ഓരോ പരീക്ഷയ്ക്കും ഓരോ ചോദ്യമാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്തിട്ടത്. നിങ്ങൾക്ക് ഇതൊന്നും മിസ്സാവാൻ പാടില്ല. കഴിഞ്ഞ ആദ്യത്തെ പരീക്ഷ ചോദിച്ച് നാരീശക്തൻ വന്ദൻ അധിനിയത്തെ കുറിച്ച് ബില്ല് ലോകസഭ എപ്പ പാസ്സാക്കിയെന്ന് ചോദിച്ചു. അതായത് പാർലമെന്റ് മന്ദിരം ആദ്യമായിട്ട് ഇപ്പൊ വന്നില്ലേ, അതിന് പിന്നെ ആദ്യം പാസ്സാക്കിയ ബില്ലാണ് ഏത്? ഈ വനിതാ ബില്ലെന്നും കൂടി മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ PSC പരീക്ഷയിൽ ചോദിച്ചത് രാഷ്ട്രപതി എപ്പോ ഒപ്പുവെച്ചു എന്ന് ചോദിച്ചു. മൂന്നാമത് ചോദിച്ചത് എപ്പോഴാണ് ലോകസഭ എപ്പോ ഒപ്പുവെച്ച്. 3 ചോദ്യം ഞാൻ അന്ന് കറണ്ട് അഫയറിൽ പഠിപ്പിച്ചു തന്നു. വീണ്ടും അതേ ചോദ്യമാണ് ഇട്ടത്. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ ചോദിച്ചാൽ എന്റെ മക്കള് ആൻസർ ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് എന്താണ് ചോദ്യം? പറഞ്ഞേ, കമന്റ് ചെയ്ത് വൃത്തിയായി പഠിക്കുക. ഇപ്പൊ ഇവിടെ ഈ നിമിഷം പഠിച്ചു പോണം. ഓക്കെ ആണോ? ഒരെണ്ണം തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, നാരീശക്തൻ വന്ദൻ അധിനിയം ബില്ല് ലോകസഭ എപ്പോഴാണ് പാസ്സാക്കിയത്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എപ്പോഴാണ് പാസ്സാക്കിയത്? ഞാൻ കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ തെറ്റ് തന്നിട്ടില്ല. ഇതെല്ലാം ക്ലിയർ ആണ്. കാരണം എന്ത്, ഞാൻ തെറ്റ് പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആൻസറും ക്ലിയർ ആക്കിയിട്ടാണ് ഇട്ടത്. ഏതാണ്? 2023 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ്. ക്ലിയർ? ഈ 20 ഓർത്താൽ മതി കേട്ടോ. സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് നാരി ശക്തി വന്ദൻ അധിനിയം രാജ്യസഭ പാസ്സാക്കിയത് 2023 പിറ്റേ ദിവസമാണെന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് 4ാമത്തെ ഓപ്ഷൻ? എങ്ങനെ തെറ്റുവരും? നാരീശക്തൻ വന്ദൻ അധിനിയം രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണ്? അതേ തന്നെയാണ്, ഒരാഴ്ച കഴിഞ്ഞ് സെപ്റ്റംബർ 20. അപ്പൊ ആദ്യം ലോകസഭയല്ലേ, പിന്നെ രാജ്യസഭയിലേക്ക് വന്നു. പിന്നെ എന്ത്? സെപ്റ്റംബർ 28-ാം തീയതി എന്ത് സംഭവിച്ചു? ഇഷാ കേസ് എന്താണെന്ന് പറഞ്ഞ സ്ത്രീകൾക്കുള്ള ജോലികൾക്കുള്ള വേണ്ടിയാണ് കേട്ടോ. എന്ത് സംഭവിച്ചു? അന്ന് രാഷ്ട്രപതി അങ്ങനെ ഒപ്പിട്ടു. ഈ നിയമം എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ വിചാരിക്കും ഇത് തെറ്റാണ്. അല്ല, കറക്റ്റ് ആണ്. 2029 മുതൽ മാത്രമാണ് ഇത് പ്രാബല്യത്തിൽ വരിക. ഓക്കെ ആണോ? പുതിയ മന്ദിരത്തിൽ പാസ്സാക്കുന്ന ആദ്യ ബില്ല് ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞോ, നാരീശക്തൻ വന്ദൻ അധിനിയം ബില്ലാണ്. ക്ലിയർ ആണോ? ആരാണ് അവതരിപ്പിച്ചത്? കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന അർജുൻ മേഘവാൾ. ആരാണ്? അർജുൻ അന്ന് ഞാൻ കറണ്ട് അഫയറിൽ പഠിപ്പിച്ചു തന്നു. അന്ന് എക്സാം എഴുതിർക്ക് എല്ലാവർക്കും കിട്ടി. ഒന്നും കൂടെ ഞാൻ പറഞ്ഞാണ്, തെറ്റിക്കണ്ട. ക്ലിയർ ആണോ? എന്താണ് ഇത്? 33% സംവരണം സ്ത്രീകൾക്ക് ലോകസഭയിലും നിയമസഭാ സീറ്റുകൾക്കും ഭേദഗതി ചെയ്ത ബില്ലാണ് ഏത്? 128 എന്നും എന്താണ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഭരണഘടനയുടെ 106-ാം ഭേദഗതി പ്രകാരമാണ്. ക്ലിയർ ആണോ? പഠിച്ചോ? ക്ലിയർ ആണോ?